BSc വേൾഡിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ലാബ് അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടി പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1964-66 യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസ കമ്മീഷൻ്റെ ചെയർമാൻ ആരായിരുന്നു? 1964-66 യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസ കമ്മീഷൻ്റെ ചെയർമാൻ ആരായിരുന്നു? ഇതാണ് ചോദ്യം. ആൻസറായിട്ട് വരുന്നത് ഡോക്ടർ VS കോത്താരിയാണ്. 1964-66 യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസ കമ്മീഷൻ്റെ ചെയർമാൻ. ഈ ഒരു ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ലൈക്കിൻ്റെ എണ്ണമൊക്കെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ വളരെ കുറവാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്ത ചോദ്യം, ഒരു ജീവിയുടെ ജനിതക ഘടനയിൽ ഇച്ഛാനുസരണം മാറ്റം വരുത്താനുള്ള സാങ്കേതിക വിദ്യ എന്താണ്? ഒരു ജീവിയുടെ ജനിതക ഘടനയിൽ ഇച്ഛാനുസരണം മാറ്റം വരുത്താനുള്ള സാങ്കേതിക വിദ്യ അറിയപ്പെടുന്നത് ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന പേരിലാണ്. ഒരു ജീവിയുടെ ജനിതക ഘടനയിൽ ഇച്ഛാനുസരണം മാറ്റം വരുത്താനുള്ള സാങ്കേതിക വിദ്യയാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് അറിയപ്പെടുന്നത്. രണ്ട് ചോദ്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. അടുത്ത ചോദ്യം, ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിൻ്റെ അധികാര രേഖയായ സ്മൃതി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ജനങ്ങളുടെ ആധ്യാത്മ വിമോചനത്തിൻ്റെ അധികാര രേഖയായ സ്മൃതി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് ഗാന്ധിജി അങ്ങനെ വിശേഷിപ്പിച്ചത്. ഗാന്ധിജി എന്താണ് വിശേഷിപ്പിച്ചത്? ജനങ്ങളുടെ ആധ്യാത്മ വിമോചനത്തിൻ്റെ അധികാര രേഖയായ സ്മൃതി ഇങ്ങനെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. ക്ഷേത്രപ്രവേശന വിളംബരം. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ഉദ്യാനം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ഉദ്യാനം ഏതാണ്? ആൻസർ ഇരവികുളമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഉദ്യാനം ഏതാണ്? ഇരവികുളമാണ്. ഇരവികുളം. അടുത്ത ചോദ്യം, കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്ന പദാർത്ഥം ഏതാണ്? കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്ന പദാർത്ഥം ചുവടെ പറയുന്നതിൽ ഏതാണ്? സോഡിയം ഹൈഡ്രോക്സൈഡാണ്. സോഡിയം ഹൈഡ്രോക്സൈഡാണ് കാസ്റ്റിക് സോഡ എന്ന് അറിയപ്പെടുന്നത്. കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡിനെയാണ്. അടുത്ത ചോദ്യം, ഒളിമ്പിക്സ് ഫുട്ബോൾ ടീമിൽ അംഗമായ ആദ്യ മലയാളി കായിക താരം ആരാണ്? ഒളിമ്പിക്സ് ഫുട്ബോൾ ടീമിൽ അംഗമായ ആദ്യ മലയാളി കായിക താരം തിരുവല്ല പാപ്പനാണ്. എന്താണ് ചോദ്യം? ഒളിമ്പിക് ഫുട്ബോൾ ടീമിൽ അംഗമായ ആദ്യ മലയാളി കായിക താരം ആരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസറാണ് തിരുവല്ല പാപ്പൻ എന്നാണ് ആൻസർ. അടുത്ത ചോദ്യം, ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക ആവിഷ്കരിച്ചത് ആരാണ്? റൂദർഫോർഡാണ് ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക ആവിഷ്കരിച്ചത്. അടുത്ത ചോദ്യം, എസ്.കെ. പൊറ്റക്കാടിനെ ജ്ഞാനപീഠത്തിന് അർഹനാക്കിയ കൃതി ഏതാണ്? എസ്.കെ. പൊറ്റക്കാടിനെ ജ്ഞാനപീഠത്തിന് അർഹമാക്കിയ കൃതി ഏതാണ്? ജ്ഞാനപീഠത്തിന് അർഹമാക്കിയ കൃതി എന്ന് പറയുന്നത് ഒരു ദേശത്തിൻ്റെ കഥയാണ്. എസ്.കെ. പൊറ്റക്കാടിനെ ജ്ഞാനപീഠത്തിന് അർഹനാക്കിയ കൃതി ഒരു ദേശത്തിൻ്റെ കഥ. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് ഗവൺമെൻറ് ഡൽഹി തലസ്ഥാനമാക്കിയ വർഷം ഏതാണ്? ഏത് വർഷമാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഡൽഹി തലസ്ഥാനമാക്കിയത്? 1911. 1911 ബ്രിട്ടീഷ് ഗവൺമെൻറ് ഡൽഹി തലസ്ഥാനമാക്കിയത്. ഓക്കെ. അടുത്ത ചോദ്യം, ചിക്കൻ ഗുനിയയ്ക്ക് കാരണമായ സൂക്ഷ്മാണു ഏതാണ്? ചിക്കൻ ഗുനിയയ്ക്ക് കാരണമായ സൂക്ഷ്മാണു ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ വൈറസാണ് ചിക്കൻ ഗുനിയയ്ക്ക് കാരണം. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ബയോമെട്രിക് ATM നിലവിൽ വന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ ബയോമെട്രിക് ATM നിലവിൽ വന്നത് എവിടെയാണ്? മൂന്നാറിലാണ് നിലവിൽ വന്നത്. മൂന്നാർ. അടുത്ത ചോദ്യം, നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായി രൂപം കൊണ്ട സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി ആരായിരുന്നു? നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് വേണ്ടി രൂപം കൊണ്ടതാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. അതിൻ്റെ സെക്രട്ടറി ആരാണ്? ഇതാണ് ചോദ്യം. ആൻസർ VP മേനോനാണ്. VP മേനോനായിരുന്നു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി. ഓക്കെ.